തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിലെ പ്രൈമറി അധ്യാപകരുടെ കരട് സ്ഥലംമാറ്റ പട്ടിക പ്രസിദ്ധീകരിച്ചു. പ്രൈമറി അധ്യാപകരുടെ സ്ഥലംമാറ്റ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് വൈകിയെന്ന മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. മലപ്പുറം ജില്ലയിലെ സ്ഥലംമാറ്റ പട്ടിക മാത്രമാണ് ഇനി പ്രസിദ്ധീകരിക്കാനുള്ളത്. മീഡിയ വൺ ഇംപാക്ട്. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വലിയ ആശങ്കയിലായിരുന്നു അധ്യാപകരുണ്ടായിരുന്നത്. ഈ സ്ഥലമാറ്റ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് വൈകിയതുകൊണ്ട് ഇപ്പോൾ അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. എങ്ങനെയാണ് വിവരങ്ങൾ? ഇനി എവിടെയാണ് പ്രസിദ്ധീകരിക്കാനുള്ളത്? ധന്യ, 4 ജില്ലകളിലെ സ്ഥലംമാറ്റ LP UP അധ്യാപക പ്രധാന അധ്യാപകരുടെ സ്ഥലംമാറ്റ പട്ടികയാണ് പ്രസിദ്ധീകരിക്കാതിരുന്നത്. 20-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കാനുണ്ടായിരുന്നത്. 20-ാം തീയതി കഴിഞ്ഞ് 21, 22 തീയതികളിൽ ഇത് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ സമർപ്പിക്കുന്ന ദിവസവുമായിരുന്നു. അതും ഇന്നലെ കഴിഞ്ഞ ശേഷം ഇന്ന് രാവിലെയും പ്രസിദ്ധീകരിക്കാത്തതോടെയാണ് മീഡിയ വൺ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇതിന് പിന്നാലെ രാവിലെ പാലക്കാട് പ്രസിദ്ധീകരിച്ചു. ഇപ്പോൾ മലപ്പുറവും കോഴിക്കോട് കൂടി തിരുവനന്തപുരം കൂടി പ്രസിദ്ധീകരിക്കുന്നു. കോഴിക്കോടും തിരുവനന്തപുരം കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി മലപ്പുറം മാത്രമാണ് പ്രസിദ്ധീകരിക്കാനുള്ളത്. അതേസമയം ഇതോടുകൂടി ആശങ്കകൾ കഴിയുന്നില്ല. കാരണം നിയമപ്രകാരം അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ സർക്കുലർ പ്രകാരം പരാതികളും ആക്ഷേപം സമർപ്പിക്കാനുള്ള തീയതി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അധ്യാപകർക്ക്, ഇപ്പോൾ ഈ പട്ടികയിൽ വന്ന അധ്യാപകർക്ക് ഇനി പരാതികൾ സമർപ്പിക്കാൻ കഴിയുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നു. മാത്രമല്ല ഈ സ്ഥലംമാറ്റ പട്ടികയിൽ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ പല അധ്യാപകർക്കും അവർ നൽകിയ ഓപ്ഷനുകൾക്ക് അവർക്ക് അർഹമായ രീതിയിലുള്ള സ്ഥലംമാറ്റം അല്ല ലഭിച്ചതെന്ന് പറയുന്നു. പലരും DD ഓഫീസിൽ ബന്ധപ്പെടുമ്പോൾ ഇനി തിരുത്താനോ അല്ലെങ്കിൽ അപേക്ഷ നൽകാനോ സമയമില്ല എന്നാണ് പല ഓഫീസുകളിൽ നിന്നും ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട്. കാരണം ഇന്നാണ് അവരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചത്. സ്വാഭാവികമായും അവർക്ക് തിരുത്തലുകൾക്കും അല്ലെങ്കിൽ അപേക്ഷകൾക്കും ആക്ഷേപങ്ങൾക്കും അപേക്ഷ നൽകാനുള്ള സമയം കൂടി വേണം എന്ന ആവശ്യം കൂടി അധ്യാപകർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും 20-ാം തീയതി സമർപ്പിക്കേണ്ട അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കേണ്ട സ്ഥലംമാറ്റത്തിൻ്റെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ച് ഇന്നാണ്. ഇനിയും മലപ്പുറം ജില്ല ബാക്കിയുണ്ട് പ്രസിദ്ധീകരിക്കാൻ. അതേസമയം ഇന്ന് പ്രസിദ്ധീകരിച്ച ആൾക്കാർക്ക് ആക്ഷേപങ്ങളും പരാതികളും ഉന്നയിക്കാനുള്ള സമയം പോലും ഇല്ല എന്നൊരു പരാതി കൂടി അധ്യാപകർ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. ധന്യ.